Hello everyone, welcome back to Ejuvala 2.0 +2 മോഡൽ എക്സാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഓരോ പാഠത്തിൽ നിന്നും ഏറ്റവും അധികം വേഗം പഠിക്കേണ്ട കുറച്ചധികം ടോപ്പിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ പാഠം ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പാഠത്തിൽ നിന്ന് എത്രത്തോളം ടോപ്പിക്സ് ഉണ്ടോ അതിൽ കുറേ കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്താണെന്നുള്ളത് ഒന്നോ രണ്ടോ സെൻറ്റൻസ് മതിയാവും. അപ്പം അത്ര മാത്രം മതി. അപ്പോൾ ഒരു പാഠത്തിൽ ഒരുപാട് ടോപ്പിക്സ് മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പകരം ഒരു പാഠത്തിൽ ഒരുപാട് ടോപ്പിക്സ് കുറച്ച് പഠിക്കാനുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കാണേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്പം നമുക്ക് കുറേ സ്റ്റുഡൻസ് അഡ്മിഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് 10 ഡേയ്സിൻ്റെ ഒരു ബാച്ചാണ്. 10 ഡേയ്സ് നമ്മൾ ആഫ്റ്റർ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് കേട്ടോ, മോഡൽ എക്സാം കഴിഞ്ഞ് മോഡൽ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കി അതിന് ശേഷം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ നിങ്ങളെ പഠിപ്പിക്കും 10 ദിവസം. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 2 വരെ ഉണ്ടാവുള്ളൂ. എക്സാമിന് വരും എന്നുറപ്പുള്ള ഷുവർ ക്വസ്റ്റ്യൻസ്, ഷുവർ ആണ് നമുക്കത് വരുന്നുള്ളത്. ആ ഷുവർ ക്വസ്റ്റ്യൻസും ആൻസറും അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ് ഒക്കെയാണ് എടുക്കുന്നത്. 3 1000 രൂപ. AFS മാത്രം നമ്മൾ 250 റുപ്പീസ്. ഇങ്ങനെയാണ് നമ്മുടെ ബാച്ച്. ദെൻ ക്രാഷ് ബാച്ച് ഉണ്ട്. നമുക്ക് ക്രാഷ് ബാച്ച് മോഡൽ എക്സാം കഴിയുന്നത് വരെ ഉണ്ടായിരിക്കും. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്രാഷ് ബാച്ച് ഓരോ പാഠം വൈസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകളെല്ലാം ക്രാഷ് ബാച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കുന്നത്. 22 ബാച്ചിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7907664613 നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയമൊന്നും ഇല്ല, ഇനിയുള്ള കുറച്ച് 10-20 ദിവസം കൊണ്ട് നിങ്ങൾ മാക്സിമം എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റുന്നോ അതൊക്കെ വലിച്ചു വാരി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1ലേക്ക് കിടക്കാം. ഓക്കെ, ചാപ്റ്റർ 1 റിവ്യൂ C++ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ടോക്കൺസ് ഇൻ C++. 2 മാർക്കിനാണ് ചോദിക്കുക കേട്ടോ. ടോക്കൺസ് നമുക്ക് പറയുമ്പോൾ കീവേഡ്, ഐഡന്റിഫയർ, ലിറ്ററൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് പങ്ക്ച്വേറ്റേഴ്സ് ആണ് ടോക്കൺസ്, ബിൽഡിംഗ് ബ്ലോക്കുകൾ കേട്ടോ. പിന്നെ 3 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ C++ യൂസ് ചെയ്യാറുണ്ട്. 3 തരം സ്റ്റേറ്റ്മെന്റുകൾ കുറിച്ച് പഠിക്കാം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, അതൊക്കെയാണ് കേട്ടോ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റും ഇഫും തമ്മിലുള്ള ഡിഫറൻസ്. സ്വിച്ച് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. എൽസ് ഇഫ് നമുക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് തന്നെയാണ്. രണ്ടിലും ഒരേ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ കണ്ടീഷൻസും ഓപ്പറേറ്റേഴ്സും ഒക്കെ നമ്മൾ സ്വിച്ചിൽ യൂസ് ചെയ്യാം. എൽസ് ഇഫിൽ എന്താ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആണ്, റിലേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. അങ്ങനെ ഒരു 3 സെന്റൻസ് 3 പോയിന്റ് മതി കേട്ടോ. ദെൻ കമ്പോണൻസ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഇതൊക്കെ നമുക്ക് +1 ഓൾറെഡി പഠിച്ചതാണ്. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അങ്ങനത്തെ ടൈപ്പ്. ദെൻ ജംപ് സ്റ്റേറ്റ്മെന്റും അതിന്റെ ഏതെങ്കിലും 2 എക്സാമ്പിൾ കൊടുക്കുക. ജംപ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതിന്റെ ഏതെങ്കിലും 2 എക്സാമ്പിൾ കൊടുക്കുക. ജംപ് സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിളുകൾ ഇപ്പോൾ റിട്ടേണും ഗോറ്റും ഒക്കെ കൊടുക്കുക കേട്ടോ. ജംപ് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ എന്താ, നമുക്കൊരു പ്രോഗ്രാം കൺട്രോളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 1 place to another പ്ലേസിലേക്ക് നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. റിട്ടേണും അതുപോലെ തന്നെ ഗോറ്റും റിട്ടേണൊക്കെയാണ് ജംപ് സ്റ്റേറ്റ്മെന്റുകൾ. പിന്നെ കണ്ടിന്യൂവും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അപ്പൊ ബ്രേക്ക് എന്തിനാണ് യൂസ് ചെയ്യാൻ ചോദിക്കുക. അതായത് ടെർമിനേറ്റ് ദ ലൂപ്പാണ് ബ്രേക്ക്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് ഓവർ ദ പാർട്ട് ഓഫ് കോഡ്, അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തേക്ക് പോവാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ബ്രേക്ക് എന്ന് വെച്ചാൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓരോന്നും ഓരോ സെന്റൻസ് മതി, അതിൻ്റെ സിൻടാക്സുകളൊന്നും എഴുതി വെക്കുക കേട്ടോ. ഇതിൽ മെയിൻ ആയുള്ള കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. 2 മാർക്ക്, 1 മാർക്ക്, 3 മാർക്കൊക്കെയാണ് ചോദിക്കുള്ളൂ കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് അറേയുടെ പാടാണ്. ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണ് അറേ ഡിക്ലെയർ ചെയ്യാനായിട്ട് അറിയണം. മെമ്മറി സ്പേസ് അലോക്കേറ്റഡ് ഇൻ ആൻ അറേ. മെമ്മറി സ്പേസ് ആണ്, ഓരോ കള്ളിയായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു, അതാണ് അറേ. അതിന് നമ്മൾ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അറേ ഡിക്ലെയർ ചെയ്യാൻ സൈസ് ഓഫ് അറേ, പിന്നെ അറേ ടൈപ്പ് നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കില്ലേ, അത് ഇൻഡേ മാർക്ക് 50, അങ്ങനെ ഡാറ്റ ടൈപ്പ് മാർക്ക് ബ്രാക്കറ്റിൽ 50, അതാണ് അറേ ഡിക്ലെയർ ചെയ്തു. അതിനൊരു എക്സാമ്പിൾ കൊടുക്കണം കേട്ടോ അവിടെ. ദെൻ എങ്ങനെയാണ് അറേയിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. മെമ്മറി എങ്ങനെ അലോക്കേറ്റ് ചെയ്യുക, നമുക്ക് മെമ്മറി ഓരോ സ്പേസ് ഉണ്ടാവും അല്ലേ. ടോട്ടൽ ബൈറ്റ് ഉണ്ടാവും. ബൈറ്റ് എന്ന് പറയുന്നത്
സൈസ് ഓഫ് അറേ ആൻഡ് അറേ ഡാറ്റ ടൈപ്പിൻ്റെ സൈസും അറേ ടൈപ്പും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി എത്രത്തോളം അലോക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് 4 ബൈറ്റിൻ്റെ ഇപ്പോൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ 10 വേരിയബിൾസ് കൊടുക്കുന്നുണ്ടെങ്കിൽ 10 × 4 40. ഓക്കെ, അങ്ങനെയാണ് മെമ്മറി അലോക്കേഷൻ നടത്തുക. പിന്നെ അറേ ഇനീഷ്യലൈസേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അറേ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് വാരിയബിൾ എക്സെപ്റ്റ് ദ വാല്യൂസ് മസ്റ്റ് ബി ഇൻക്ലൂഡ് ഇൻ ബ്രാക്കറ്റ്സ് അല്ലേ. നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡിക്ലറേ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻറ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് 5 കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ ആ 5 വാല്യൂസ് നമ്മളിവിടെ കൊടുത്ത് ബ്രാക്കറ്റിട്ട് സെമിക്കോളം വരച്ചു. ഇതിനാണ് അറേ ഇനീഷ്യലൈസേഷൻ നടത്തുക കേട്ടോ. ദെൻ എന്താണ് അറേ ട്രാവേഴ്സൽ എന്നുള്ള പഠിക്കണം. 2 മാർക്ക് ഒക്കെ 2 മാർക്ക് 3 മാർക്ക് മാക്സിമം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ഇതിന് ഫൈനൽ എക്സാമിനാണ് കേട്ടോ. ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മിസ് എന്ന് പറയണ്ട. കാരണം ഫൈനൽ എക്സാമിന് നമുക്ക് എല്ലാ പാഠങ്ങളും ഉണ്ട്. അതുകൊണ്ട് മാർക്കിൻ്റെ വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആവും. ഓക്കെ, ഇനി അറേ ട്രാവേഴ്സൽ എന്ന് വെച്ചാൽ എന്താന്ന് പഠിക്കണം. അറേ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ എന്താ, ഓരോ അറേ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും പോയിട്ട് ആക്സസ് ചെയ്യുക. ഓരോ അറേയുടെ ഉള്ളിലും കയറിയിട്ട് ട്രാവൽ നടത്തുക അല്ലേ. ആക്സസ് ചെയ്യുന്നതിനാണ് അറേ ട്രാവേഴ്സൽ എന്ന് പറയാം. ദെൻ ഗെറ്റും പുട്ടും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഗെറ്റ് അതുപോലെ തന്നെ പുട്ട്. ഇതും നമുക്ക് ഗെറ്റ് എന്ന് വെച്ചാൽ ഇൻപുട്ട് സ്ട്രിങ് വാല്യൂസ്, പുട്ട് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട്. ഇത് ഇൻപുട്ട് കൊടുക്കാനാണ്, ഇത് ഔട്ട്പുട്ട് കൊടുക്കാനാണ്. അത്ര മതി, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2ാം പാർട്ടിൽ നിന്ന് അറേ ട്രാവേഴ്സൽ മെമ്മറി അലോക്കേഷൻ എങ്ങനെ കൊടുക്കുക, ഇനീഷ്യലൈസേഷൻ, ഗെറ്റ് പുട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ 3rd ചാപ്റ്റർ കുറച്ചധികം വലിയ ചാപ്റ്ററാണ്. വാട്ട് യു മീൻ ബൈ മോഡുലർ പ്രോഗ്രാമിംഗ്, അതിൻ്റെ മെറിറ്റ് പഠിക്കുക. അത് 3 മാർക്കിലേക്ക് പോകാറുണ്ട് കേട്ടോ. 3 മാർക്കിലേക്ക് പോകുന്നൊരു ക്വസ്റ്റ്യനാണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്താണ്. ഇനി ഇവിടെ മോഡുലർ പ്രോഗ്രാമിൻ്റെ ചാൻസ് ഇപ്പോൾ സൈസ് കുറയ്ക്കാൻ പറ്റുന്നു, എറേഴ്സ് ഒക്കറൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്നു, പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചധികം ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. സ്ട്രീം ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ക്യാരക്ടർ ഫംഗ്ഷൻ, എല്ലാത്തിനും ഒരു 3-4 ഫംഗ്ഷൻസ് പഠിച്ചിരിക്കാം. അതായത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ല പറയുന്നത്, ഓൾറെഡി അവൈലബിൾ ഇൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് ഇതൊക്കെ. കൺസോൾ ഫംഗ്ഷൻസ് ഉണ്ട്. കൺസോൾ ഫംഗ്ഷൻസ് ഗെറ്റാർ പുച്ചാർ ആണ്. സ്ട്രീം ഫംഗ്ഷൻസ് ഉണ്ട്. സ്ട്രീം ഫംഗ്ഷൻസ് ഗെറ്റ് ലൈൻ, അതെന്തിനാന്ന് പഠിക്കാം. സ്ട്രിംഗ് ഫംഗ്ഷൻ ഉണ്ട്. സ്ട്രിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ str_cpy, str_string, str_ln, str_ct, str_cmp ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഹെഡർ ഫയലുകളും പഠിച്ചിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഹെഡർ ഫയൽസ് പഠിക്കുക. ഹെഡർ ഫയൽ പഠിക്കുക, എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിക്കുക, അത്ര മതി. ഓക്കെ, എല്ലാത്തിൻ്റെ ഇപ്പോൾ ക്യാരക്ടർ ഫംഗ്ഷനും മാത്തമാറ്റിക്കൽ ഫംഗ്ഷനും ഒക്കെ അറിഞ്ഞിരിക്കണം. എല്ലാത്തിൽ നിന്നും ഒരു 3-4 ഫംഗ്ഷൻസ് അറിയാം. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിലുണ്ടുമ്പോൾ ആപ്സിലൂട്ട്, ആപ്സിൻ്റെ സ്ക്വയർ ഉണ്ട്, പവർ ഉണ്ട് അല്ലേ. അതേപോലെ ക്യാരക്ടർ ഫംഗ്ഷൻ ഈസാൽനം, ഈസൽഫ, ഈ 2 അപ്പർ 2 ലോവർ 2 ലോവർ 2 അപ്പർ 2 ലോവർ, ഈ സാൽഫ, ഈ സാൽനം, ഒരുപാട് ക്യാരക്ടർ ഫംഗ്ഷൻ ഉണ്ട്. എല്ലാത്തിൽ നിന്നും ഒരു 4-5 പഠിച്ചിരിക്കുക ഷുവറാണ്. പിന്നെ ഈ പാഠത്തിലുള്ളതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ദ വാരിയബിൾ ആർ യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ യൂസ് ചെയ്യുന്നത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സും നമ്മൾ എന്താ പറയുക വാരിയബിൾ എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യുന്നത് ആക്ച്വലാണ്. ഇവിടെ എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആക്ച്വലും, ഫോർമൽ എവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡെഫിനിഷനിൽ, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ, ഇവിടെ എക്സ്പ്രഷനിൽ. പിന്നീട് നമ്മൾ കമ്പയർ ചെയ്യാൻ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റഫ് മെത്തേഡും കേട്ടോ. റെഫറൻസ് മെത്തേഡ്, കോൾ ബൈ റെഫറൻസ് മെത്തേഡാണ് ഇത് തമ്മിൽ പഠിക്കുക. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഓർഡിനറി വേരിയബിൾ ആണ്, ഇവിടെ റെഫറൻസ് വേരിയബിൾ ആണ്. ഇവിടെ കോൺസ്റ്റന്റും വേരിയബിളും എക്സ്പ്രഷൻസ് ഒക്കെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. കോൾ ബൈ റെഫറൻസിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വേരിയബിൾ മാത്രമാണ്. പിന്നെ ആക്ച്വൽ പ്രോഗ്രാമിൽ റിഫ്ലക്ട് ചെയ്യുന്നു, ഡു നോട്ട് റിഫ്ലക്ട് ആക്ച്വൽ പ്രോഗ്രാം, ഇത് റിഫ്ലക്ട് ചെയ്യുന്നു. എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഉണ്ട്, ഇവിടെ ആർഗ്യുമെന്റ്സ് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 4 ആയിക്കോട്ടെ, 4 പോയിന്റെങ്കിലും ഡിഫറൻസ് പഠിച്ചിരിക്കുക. അപ്പം ഇതിൽ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള പാടാണ് കേട്ടോ. 3 മാർക്കുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റഫ്, ഫംഗ്ഷൻസുകൾ, ഏതെങ്കിലും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസുകൾ, മോഡുലർ പ്രോഗ്രാമിങ്ങിന്റെ മെറിറ്റ്, അതൊക്കെ 3 മാർക്കിനാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് ചാപ്റ്റർ 4. ചാപ്റ്റർ 4 നമ്മളെ വെബ് ഹോസ്റ്റിംഗ് ആണ്. ഇവിടെ വെബ് ടെക്നോളജി, വെബ് ടെക്നോളജി ആണ് പാഠം. വെബ് ഹോസ്റ്റിംഗ് അല്ല. ഇവിടെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട് 3 മാർക്കിന്. സ്റ്റാറ്റിക് വെബ് പേജസ് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്.
അത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ലേഔട്ടൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും, ഡൈനാമിക്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രൗസറിൽ റൺ ചെയ്യുന്നു, അതർ സെർവർ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് സെർവറിലാണ് എന്ത് നോക്കുന്നത്, നമ്മുടെ ഡൈനാമിക് വർക്ക് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്യാൻ സിമ്പിളാണ്, ഡെവലപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ വേണം. ഓക്കെ, അങ്ങനെ മിസ് പറയുന്നത് തന്നെ നിങ്ങൾ പഠിച്ചിട്ടൊന്ന് ഓർമ്മിച്ച് അങ്ങോട്ട് എഴുതിയാൽ മതിയാവും. ദെൻ എന്താണ് സ്ക്രിപ്റ്റ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? സ്മോൾ പ്രോഗ്രാംസ് ദാറ്റ് ആർ എംബെഡഡ് ഇൻ HTML അല്ലേ? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ടാഗ് ആണ്. 2 ടൈപ്പ് സ്ക്രിപ്റ്റുകൾ ഉണ്ട്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റും ലാംഗ്വേജസും ഉണ്ട്, സെർവർ സൈഡും ഉണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ക്ലയന്റ് സൈഡിന്റെയും സെർവർ സൈഡിന്റെയും ഡിഫറൻസ് പഠിക്കാം. ക്ലയന്റ് സൈഡ് എന്ന് വെച്ചാൽ ക്ലയന്റ് ആണ് കോപ്പി ചെയ്യുന്നത്, സെർവർ സൈഡിൽ വെബ് സെർവറിലാണ് സ്ക്രിപ്റ്റ് ഉണ്ടാവുക. ഇത് ക്ലയന്റ് ബ്രൗസറിൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ വെബ് പേജിൽ ക്ലയന്റിന് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലും, ക്ലയന്റിന് അതിന്റെ കോപ്പി മാത്രമാണ് കൊടുക്കുന്നത്, സെർവർ സൈഡുകാർ ചെയ്യുന്നത്. പിന്നെ ക്ലയന്റ് സൈഡ് ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്യാം. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ മാത്രമാണ് വെബ് സെർവറിലേക്ക് പറ്റുള്ളൂ. യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഇത് യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. മിസ് കൈ വയ്ക്കുമ്പോൾ പറയണത് നോക്കാം കേട്ടോ. ദെൻ എസെൻഷ്യൽ ടാഗ്സ് ഇൻ HTML നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എസെൻഷ്യൽ ടാഗുകൾ, HTML ബോഡി ടാഗ്, ഹെഡ്, ടൈറ്റില്, അതൊക്കെ. ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ് 3 മാർക്ക്, നമുക്ക് 3 മാർക്കിന് ചോദിക്കാം. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബാക്ക്ഗ്രൗണ്ട്, PG കളർ, ടെക്സ്റ്റ്, ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, ഒരുപാടുണ്ട്. അതിലൊരു 3 മാർക്കിന് ചോദിച്ചാൽ ഒരാളുണ്ടെങ്കിലും എഴുതാം കേട്ടോ. ഏതൊക്കെയാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ? 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അതായത് അണ്ടർലൈൻ കൊടുക്കണത്, ഇറ്റാലിക്, ബോൾഡ്, ബിഗ്, സ്മോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദെൻ മാർക്യൂ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ആട്രിബ്യൂട്ട്സ് ചോദിക്കാറുണ്ട്. മാർക്യൂ ടാഗ് എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനോ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലൊക്കെ വെബ് പേജിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുവയ്ക്കണമെന്നുണ്ടെങ്കിൽ മാർക്യൂ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈറ്റ്, വിഡ്ത്ത്, പേജ് കളർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആട്രിബ്യൂട്ട്സുകൾ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എങ്ങനെയാണ് വെബ് പേജിൽ നമുക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? അതായത് എങ്ങനെ നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും വെബ് പേജിൽ? എങ്ങനെയാണ് നമുക്ക് IMG ടാഗ് യൂസ് ചെയ്തിട്ട് ഇമേജ് വെബ്സൈറ്റിൽ കൊടുക്കാം? അതിൻ്റെ തന്നെ ആട്രിബ്യൂട്ട്സ് എഴുതി വയ്ക്കുക. SRC, ദെൻ ബോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ആട്രിബ്യൂട്ട്സുകൾ എഴുതി വയ്ക്കുക. അപ്പോൾ ഈ 3 മാർക്ക് 2 മാർക്കൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട. അതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. പെട്ടെന്ന് പഠിച്ചു തീരും. ഒരുപാടുണ്ടെങ്കിലും വേഗം പഠിച്ചു തീരും. കുറേശ്ശേ ഉണ്ടാവുള്ളൂ എല്ലാതും. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ സിൻടാക്സ്. പിന്നെ നിങ്ങൾക്ക് വരാം ഒരു പ്രോഗ്രാം എഴുതാനാണ്. അത് HTML പ്രോഗ്രാമാണ് കൂടുതലും വരിക. C++ന്റെ പ്രോഗ്രാം നമുക്ക് ചാൻസ് ഫൈനൽ എക്സാമിന് വളരെ കുറവാണ്. ചോദിച്ചിട്ടില്ല എന്നൊന്നുമല്ല മിസ് പറയുന്നത്. HTML, SQL അതിൻ്റെ ഒക്കെ പ്രോഗ്രാമുകൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാം കേട്ടോ. അടുത്തതാണ് വെബ് ഡിസൈൻ യൂസിങ് HTML. ഇവിടെ നമുക്ക് ലിസ്റ്റുകൾ, ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML. എത്ര ടൈപ്പ് ലിസ്റ്റ് ഉണ്ട്? 3 മാർക്കിനാണ്. ഒരു പ്രോഗ്രാം പഠിക്കണം. അത് ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് അതിന്റെ പ്രോഗ്രാം എഴുതാൻ പറയും. അതായത് ഇപ്പോൾ ഒരു ലിസ്റ്റ് തരും നമുക്ക്, ഓർഡർ ലിസ്റ്റ് ഏതെങ്കിലും ലിസ്റ്റ് തന്നിട്ട് അതിന്റെ പ്രോഗ്രാമുകൾ എഴുതാൻ പറയും. അതിന്റെ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചിലപ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ഉള്ളിൽ ഓർഡർ ലിസ്റ്റ് വരാം. അപ്പൊ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ലിസ്റ്റ് 1 കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഓർഡർ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ടൈപ്പ് 1 ആണെങ്കിൽ അത് കൊടുത്ത് ഓർഡർ ലിസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് വേണം അൺഓർഡർ ലിസ്റ്റ് ക്ലോസ് ചെയ്യാൻ. ഇതൊക്കെ അങ്ങനത്തെ പ്രോഗ്രാമുകൾ പറയണം. നിങ്ങൾ എക്സാമ്പിൾ ഡെഫിനറ്റ് ആയിട്ട് നോക്കണം. ഇനി എങ്ങനെയാണ് ലിങ്ക് HTML കൊടുക്കുക? ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ലിങ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയാ, ഓരോ ഹൈപ്പർ ലിങ്ക് എന്നാ പറയാ. ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഹൈപ്പർ ലിങ്ക് കൊടുക്കാനായിട്ട് നമ്മൾ ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ട് href നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആങ്കർ ടാഗ് കൊടുക്കും. അത് ഇന്റേണലി കൊടുക്കാം, അതുപോലെ തന്നെ HTML ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. ഇന്റേണൽ ലിങ്കിങ്ങും ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ്ങും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പഠിക്കേണ്ടത് ടേബിൾ ടാഗുകളും അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. നമുക്ക് ടേബിൾ ടാഗ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ടേബിൾ ഇൻ വെബ് പേജ് ക്രിയേഷൻ. അതിലെ ആട്രിബ്യൂട്ട്സുകൾ PG കളർ ഉണ്ട്, ബോർഡർ ഉണ്ട്, വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം ഉണ്ട്. ദെൻ സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും നമ്മൾ ഡിഫറൻസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുകൊണ്ട് മാത്രം മിസ് ഇതിലിട്ടതാണ്. സെൽ സ്പേസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പെസിഫൈ ദ സ്പേസ് ബിറ്റ്വീൻ സെല്ലുകൾ. ഇതാണ് സെല്ല് എന്ന് വെച്ചാലോ, ഇതാണ് സെല്ല്, ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് സെൽ സ്പേസ്. സെൽസ് പാഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതാണ് സെല്ല്. ഈ സെല്ലും ഇതിന്റെ ഉള്ളിൽ എഴുതണ കണ്ടന്റും എത്ര വേണം, അതായത് ഈ നമ്മളിപ്പോ ഒരു കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ കണ്ടന്റും ഈ സെല്ലിന്റെ ഉള്ളിൽ എത്ര സ്പേസ് വേണം, അതാണ് സെൽസ് പാഡിങ്. ഇത് സെല്ലുകൾ തമ്മിലാണ്, ഇത് കണ്ടന്റും സെല്ലും തമ്മിൽ 2 മാർക്കിന് കേട്ടോ. നല്ല എളുപ്പമാണ്. ഈ പറഞ്ഞത് തന്നെ നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ എഴുതിയാലും മതിയാവും. ദെൻ ഫോർ ഫ്രെയിം ടാഗിന്റെ യൂസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഫ്രെയിം ടാഗ്, അത് എന്തിനു യൂസ് ചെയ്യുന്നത്? ഫ്രെയിം ടാഗ് എന്തിനാ? ഫ്രെയിം സെറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് അല്ലെ. ഫ്രെയിം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, ഒരു വെബ് പേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പാർട്ടീഷൻ നടത്താൻ ഇത്ര കട്ട ഒരെണ്ണം, ഇത്ര പോർഷൻ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്യാനാണ് ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻപുട്ട് ടാഗ്, അതായത് ഒരു ഇൻപുട്ട് ടാഗ് ഉണ്ട്. ആ ഇൻപുട്ട് ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ആ ടൈപ്പിന്റെ വാല്യൂസ്, ഇത് ആട്രിബ്യൂട്ട്സ് ടൈപ്പാണ്, അതിന്റെ വാല്യൂസ് ഏതാണ്? ടെക്സ്റ്റ് ബോക്സ് ആവാം, പാസ്വേഡ് ഉണ്ട്, റേഡിയോ ഉണ്ട്, റീസെറ്റ് ഉണ്ട്, അതൊക്കെ അതിന്റെ വാല്യൂസ് ആണ്. ഇൻപുട്ട് ടാഗിന്റെ 3 ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട് ഇൻപുട്ട് ടാഗിന്. ടൈപ്പ് ഉണ്ട്, നെയിം ഉണ്ട്, വാല്യൂ ഉണ്ട്. നെയിം ഉണ്ട്, വാല്യൂ ഉണ്ട്. ഇതിൽ ടൈപ്പിന്റെ വാല്യൂസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളിലത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പൊ ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നിങ്ങൾ നന്നായി നോക്കുക. അടുത്തത് ചാപ്റ്റർ 6. ചാപ്റ്റർ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് യൂസിങ് ജാവയുടെ പാടാണ് കേട്ടോ. ഇതിലെ ഡാറ്റ ടൈപ്സ് ഇൻ ജാവ, അതായത് ജാവ സ്ക്രിപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ 3 തരം ഡാറ്റ ടൈപ്പ് ഉള്ളത്. നമ്പർ, ബൂളിയന്, സ്ട്രിങ്. അതെന്തിനു യൂസ് ചെയ്യുന്നു എന്ന് കൂടി പഠിക്കാം. എങ്ങനെയാണ് വാരിയബിൾ ഡിക്ലെയർ ചെയ്യുക? അപ്പൊ ജാവ സ്ക്രിപ്റ്റിൽ വാരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ നമ്മളൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ കീവേഡ്, വാർ എന്ന് പറഞ്ഞൊരു VAR. ഈ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാരിയബിൾ ഡിക്ലെയർ. ഒരു എക്സാമ്പിൾ കൊടുത്തു വെച്ചോളൂ കേട്ടോ. അതായത് വാർ എക്സ് എന്ന് പറഞ്ഞൊരു വാരിയബിൾ ആണ്. വാർ മാർക്ക്, വാർ നെയിം, ഏത് വേണമെങ്കിലും ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ സ്ക്രിപ്റ്റ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ C++ൽ പറഞ്ഞ പോലത്തെ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഇൻ ജാവ, നമ്മൾ C++ൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ഇവിടുത്തെയും ബിൽഡിംഗ് ഫങ്ഷൻസ് തെറ്റാൻ പാടില്ല. ഇവിടെയുള്ള ബിൽഡിംഗ് ഫങ്ഷൻസ് നമുക്ക് അലേർട്ട്, ടു അപ്പർ, ടു ലോവർ, ചാർട്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഈ സ്നാന് അതൊക്കെ ഇതാട്ടോ ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ. ദെൻ എങ്ങനെയാണ് വെബ് പേജിൽ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക? ഹൗ ടു ആഡ് സ്ക്രിപ്റ്റ് ടു വെബ് പേജസ്. നമുക്ക് വെബ് പേജിൽ സ്ക്രിപ്റ്റുകൾ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. അതിൽ 3 വേ ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം സ്ക്രിപ്റ്റ്. ഇനി ഒന്നും പറ്റില്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ജാവ സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കാം. വെക്കാന്ന് വെച്ചാൽ ഒരു .js എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്ത് ജാവ സ്ക്രിപ്റ്റിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും പഠിക്കുക ഈ പാഠത്തിൽ നിന്ന്. ചാപ്റ്റർ 7 നമ്മൾ പഠിക്കേണ്ടത് വെബ് ഹോസ്റ്റിങ്ങിൻ്റെ പാഠാണ്. എന്താണ് വെബ് ഹോസ്റ്റിംഗ്? അതിൻ്റെ 3 ടൈപ്പ് ഉണ്ട്. ഷെയർഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് വിർച്വൽ ഹോസ്റ്റിംഗ്. 3 തരം ഹോസ്റ്റിംഗ് ഉണ്ട്. അത് 3ഉം പഠിക്കാം. പിന്നീട് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണ്, SFTP എന്താണെന്ന് ചോദിക്കും. അപ്പോൾ FTPയും SFTPയും നിങ്ങൾ ഒരുമിച്ച് പഠിക്കണം. വേറെ ഒന്നുമല്ല, FTP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അവിടെ നമ്മൾ കണക്ഷൻ വിത്ത് റിമോട്ട് സെർവർ ആൻഡ് ട്രാൻസ്ഫർ ഫയൽസ്, അതായത് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് FTP ഫയൽ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇതിലെ SFTP എന്ന് പറഞ്ഞ ഒരു വേർഷനാണ് ഇപ്പം അതിൻ്റെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ SFTP എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോട്ടോകോൾ, അതായത് FTPയുടെ പ്രോട്ടോകോളാണ് SFTP. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റിക്കും യൂസർ നെയിം എൻക്രിപ്റ്റ് ചെയ്യാനൊക്കെ SFTP യൂസ് ചെയ്യാം. പിന്നീട് ഫ്രീ ഹോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കാം. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ഓഫ് ചാർജിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവൈലബിൾ ആക്കുന്നതിനാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പഠിക്കുന്നത്. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നതെന്ന് പഠിക്കാം. പിന്നെ അതിൻ്റെ മെറിറ്റ്, സർവീസ് ഫ്രീ ആണ്, പിന്നെ നമുക്ക് മണിയൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ CMS എന്താണെന്ന് പഠിക്കണം. CMSന്റെ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതായത് ഇപ്പം നമുക്ക് ഒന്നിനെയും പറ്റി വെബ് പേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമുക്ക് ഈ CMS യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം നമുക്ക് ഈവൻ ഇഫ് നമ്മൾ അത്ര വലിയ പ്രോഗ്രാം സ്കില്ലിംഗ് ഒന്നും ഇല്ല എങ്കിൽ പോലും വിത്ത് ദ ഹെൽപ്പ് ഓഫ് CMS നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ ജൂപ്ല, അതുപോലെ തന്നെ വേർഡ് പ്രസ്,
ഡ്രൂപ്പൽ, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണേ. ദെൻ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് എന്താണെന്ന് നോക്കാം. അത് നമുക്ക് 1 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളൂ. റെസ്പോൺസീവ് വെബ് ഡിസൈൻ ചോദിക്കുമ്പോൾ, അതായത് കസ്റ്റം ബിൽഡിംഗ് ആണ്, സ്യൂട്ടബിൾ ഫോർ എവറി ഡിവൈസസ്. അതായത് നമ്മളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്ര സ്ക്രീനുള്ള ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ആ ഒരു സ്ക്രീനിൻ്റെ വലുപ്പത്തിലേക്ക് നമ്മൾ വെബ് പേജിനെ ഡിസൈൻ ചെയ്യാം. ഇനി വലിയ ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മുടെ സ്ക്രീൻ അനുസരിച്ചിട്ട് നമുക്ക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 8ലേക്ക് പോവാം. അത്യാവശ്യം നല്ല ലെങ്തി, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് തിയറിയും ലെങ്തിയും ചാപ്റ്ററാണ്. അതായത് DBMS എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണെന്ന് പഠിക്കുക. 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ മാനേജ് ചെയ്യാൻ സഹായിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കുക. ഡാറ്റ റിഡൻഡൻസി ഇല്ല, ഇൻകൺസിസ്റ്റൻ്റ് ഇല്ല, സ്റ്റോർ ചെയ്യാം, ക്രാഷ് റിക്കവറി ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കാം. ദെൻ കമ്പോണൻസ് ഓഫ് DBMS പഠിക്കണം. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ എന്താ ഡാറ്റ യൂസേഴ്സ്, ഇതൊക്കെ പഠിക്കാം. നമുക്ക് 3 മാർക്കിന് ചോദിക്കും. ഡാറ്റ അബ്സ്ട്രാക്ഷൻസ് എന്താണ്, അതിൻ്റെ ലെവൽ, ഫിസിക്കൽ ലെവലും ലോജിക്കൽ ലെവലും, അത് 3 മാർക്കിന് ചോദിക്കും. യൂസേഴ്സ് ഓഫ് DBMS, അതായത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, 2 യൂസേഴ്സ് ഉണ്ട്. യൂസേഴ്സും സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സും. അത് കഴിഞ്ഞ് അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു കേട്ടോ DBMSൻ്റെ. പിന്നെ നമ്മൾ RDBMSലേക്ക് കടത്തു. അതിൻ്റെ ടെർമിനോളജീസ്. RDBMSൻ്റെ ഫുൾ ഫോം ആദ്യം പഠിക്കുക. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. അതിൻ്റെ ടെർമിനോളജീസ് പഠിക്കണം. അതായത് കണ്ടന്റുകൾ, അതായത് കാർഡിനാലിറ്റി, സ്കീമ, ടോപ്പിൾ, അതൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് റിലേഷണൽ ആൾജിബ്ര അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ഇൻ RDBMS. നമ്മൾ റിലേറ്റേഴ്സ്, അതായത് സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, അതൊക്കെയാണ് ഈ ഓപ്പറേറ്റേഴ്സ് ഇൻ റിലേഷണൽ ആൾജിബ്ര എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ റിലേഷണൽ ആൾജിബ്ര എന്താണെന്നൊക്കെ 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. അതായത് ഓപ്പറേറ്റേഴ്സ്, സെലക്ട് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, യൂണിയൻ ഉണ്ട്, സെറ്റ് ഡിഫറൻസ് ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്. അതിലെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് പഠിക്കുക. ഇതാണ് അതിൻ്റെ സൈന്. കാർട്ടീഷ്യൻ ഓപ്പറേറ്റർ സെപ്പറേറ്റ് ചോദിക്കാനായിട്ട് 2 മാർക്കിന് നമുക്ക് 2 ടേബിളിൽ നിന്നിട്ട് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നീട് SQLക്ക് കിടക്കുകയാണ്. SQLക്ക് കിടക്കുമ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത് കമ്പോണൻസ് ഓഫ് SQL, DDL, DML 3 മാർക്കിനാണ് പഠിച്ചിരിക്കണം. ഇതൊക്കെ 3 മാർക്കിന്. 3 മാർക്ക് പറയാനുള്ള കാരണം നമുക്കത് അത്രയും മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ SQL യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ഇൻ SQL, അതായത് ഇൻറ്റ്, ഡെസിമൽ, ചാർ, വാർചാർ. അത് കഴിഞ്ഞിട്ട് ഡിഫൈൻ കൺസ്ട്രെയിൻറ്റ്. എന്താണ് കൺസ്ട്രെയിൻറ്റ്? ഏതെങ്കിലും 4 കൺസ്ട്രെയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3 മാർക്കിന്. ഇതൊക്കെ നമുക്ക് 3 മാർക്കിനാണ് ചോദിക്കാറ്. ഇത് 2 മാർക്കിനാണ്, ചാറും വാർചാറും. പിന്നെ കൺസ്ട്രെയിൻറ്റ് എന്താണ്, അതിൻ്റെ ഏതെങ്കിലും 4 കൺസ്ട്രെയിൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട് 3 മാർക്കിന്. അതായത് നള്ള്, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യൂണിക്ക്, അതുപോലെ തന്നെ പ്രൈമറി കീ, ഇതൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക കോൺസ്ട്രെയിൻറ്റ്. പിന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഇൻ SQL, അതായത് നമ്മുടെ സമ്മ് കാണാം, ആവറേജ്, മിന്ന്, മാക്സ്, ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതോടെ എഴുതണം 3 മാർക്ക് തന്നെ ചോദിക്കാം. ദെൻ റിമൂവും ഡ്രോപ്പും നമ്മൾ വ്യത്യാസം പഠിക്കണം. അതായത് ഇപ്പോൾ ടേബിൾ തന്നിട്ട് SQL ടേബിളിൽ ഡ്രോപ്പ് കമൻറ്റും, ഡ്രോപ്പ് കമൻറ്റ്, അതുപോലെ തന്നെ ഡിലീറ്റ് കമൻറ്റ്. റിമൂവ് അല്ല, ഡ്രോപ്പും ഡിലീറ്റും കേട്ടോ. ഡ്രോപ്പും ഡിലീറ്റ് കമൻറ്റും എന്താണെന്ന് പറയുക. ഡിലീറ്റ് കമൻറ്റ് നമ്മൾ ഓരോ റോകൾ ഡിലീറ്റ് ചെയ്യാനാണ്. ഡ്രോപ്പ് നമ്മൾ റിമൂവ് ചെയ്യാനാണ്. ടേബിൾ തന്നെ റിമൂവ് ചെയ്യാൻ ഡാറ്റാബേസിൽ നിന്ന്. അപ്പോൾ ഡിലീറ്റ് കമൻറ്റ് എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. റോ ഡിലീറ്റ് ചെയ്യാൻ, ഇത് ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ. ഓക്കെ, ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ, റോ ഡിലീറ്റ് ചെയ്യാം. അതും 3 മാർക്കിന് പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് 10th ചാപ്റ്ററിലേക്ക് കിടക്കുക. 10th ചാപ്റ്ററിൽ ERP, അതിൻ്റെ ഏതെങ്കിലും 2-3 ഫങ്ഷണൽ യൂണിറ്റ്സുകൾ പഠിക്കണം. ഏതെങ്കിലും 2 ERP പാക്കേജുകൾ അത് പഠിക്കണം. SCM, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, MIS, ബെനിഫിറ്റ്സ് ഓഫ് ERP, MIS, SCM ഒക്കെ പഠിക്കാം കേട്ടോ. അത് ഇതൊക്കെ 2 മാർക്കിനാണ് ചോദിക്കുന്നുള്ളൂ. അതായത് ERP അതുപോലെ SCM ഒക്കെ നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. അതിൻ്റെ ഫുൾ ഫോം എഴുതി വയ്ക്കുക, അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതി വയ്ക്കുക, എന്താ സംഭവം എന്നൊന്ന് എഴുതി വയ്ക്കുക. SCM കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ പഠിക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ERP പഠിക്കാം കേട്ടോ.
അത് കഴിഞ്ഞ് ചാപ്റ്റർ 11ലേക്ക് കടക്കുമ്പോൾ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയ ലാസ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 11. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ കണ്ടോ, CDMA, SMS, MMS, GPR, എഡ്ജ്, സിം, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാനാണ് കേട്ടോ പഠിക്കേണ്ടത്. എക്സ്പാൻഡ് ചെയ്യാൻ ഓരോന്നും ഓരോ മാർക്കിന് എക്സ്പാൻഡ് ചെയ്യാൻ വരും. പിന്നെ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് എഴുതാൻ പറയും. ബിസിനസ്സിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറുകൾ ആപ്ലിക്കേഷൻ നടത്തുന്നത്, IPR, ഇൻഡസ്ട്രിയൽ പോളിസി റൈറ്റ് എന്നാണ്. പിന്നെ ഇൻഫ്രിഞ്ച്മെന്റ്, എന്താണ് ഇൻഫ്രിഞ്ച്മെന്റ്. ദെൻ സൈബർ ക്രൈം അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വലെ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിക്കെതിരെ നമുക്ക് എങ്ങനെയൊക്കെ സൈബർ ക്രൈം അറ്റാക്കുകൾ വരാം. ഇൻഡിവിജ്വലിന് ഇപ്പോൾ ഹരാസ്മെന്റ്, ഐഡന്റിറ്റി തെഫ്റ്റ്, സ്പാമിങ്, സ്പൂഫിങ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ പാഠം നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാ പാഠത്തിലും ഒരുപാട് ടോപ്പിക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം കുറച്ചേ പഠിക്കാനുള്ളൂ. എക്സ്പ്ലനേഷൻ കൊടുത്തിങ്ങനെ നീട്ടി വലിച്ചു എഴുതേണ്ട ഒരു ആവശ്യമില്ല. പഠിച്ച് പെട്ടെന്ന് തീരുന്ന ടൈപ്പാണ്. ക്രാഷ് ബാച്ച് ഡീറ്റെയിൽസും 10 ഡേയ്സിൻ്റെ ബീച്ചിൻ്റെ ഡീറ്റെയിൽസും അറിയണം എന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.